ഇപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗ്രീൻ സ്പേസ് ഞാൻ വൃത്തിയാക്കി കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പുതിയ ചെടികൾ ഇങ്ങോട്ട് എടുത്തു വെക്കുകയാണ്. അതായത് ടെറസിൻ്റെ മുകളിൽ ഇരുന്ന 10 മണിച്ചെടി. ഇത് ഈ പൈപ്പുണ്ടല്ലോ, ഇത് നമ്മൾ മറ്റേ ഈ മഴവെള്ള സംഭരണിയിലേക്കൊക്കെ അല്ല വെള്ളം വീഴാതിരിക്കാനായിട്ട് നമ്മൾ വെക്കുന്ന പാത്തിയില്ലേ, മഴവെള്ളം പിടിക്കാനുള്ള പാത്തി, അത് നമ്മുടെ പഴയത് നമ്മൾ മാറ്റി വേറെ പുതിയത് പിടിപ്പിച്ചേ. അപ്പോൾ ഈ പഴയത് ഇങ്ങനെ ഒരു ഇത്രയും നീളത്തിലിങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ കുറേ പീസസ് കിട്ടി. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലാമ്പ് ഉണ്ടാക്കിച്ചിട്ട് ഇങ്ങനെ മതിലേൽ അത് ഈ വെച്ചിങ്ങനെ ഇതങ്ങനെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 10 മണിച്ചെടിയും അങ്ങനെയുള്ള ചെടികളൊക്കെ നടുക ആയിരുന്നു. അപ്പോൾ അതങ്ങനെ 3-4 ഇങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഈ 10 മണിച്ചെടി നട്ട് വെച്ചു. പിന്നെ ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടീനീയത്തിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അരിയൊക്കെ ഞാൻ ഈ ചെടി ഉണ്ടോ, ഗ്ലാഡിയോൾസ് ആണേ. ഗ്ലാഡിയോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും റെയിൻ ലില്ലി എന്നൊക്കെ പറയുന്ന സൈസ് തന്നെ. പക്ഷേ ഇതിൽ ഇതുവരെ പൂവുണ്ടായില്ല. ഇത് മേളിൽ ഇങ്ങനെ ടെറസിൻ്റെ മേളിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഇത് പടരുന്ന ഒരു ചെടി, നമ്മുടെ ടർട്ടിൽ വൈൻ പോലെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ചെടിയാണ്. അപ്പം ഞാൻ അതും ഇവിടെ ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ടർട്ടിൽ വൈൻ ആയിരുന്നു നിലത്തൂടെ കിടന്നിരുന്നത്. അപ്പോൾ അത് മാറ്റി ഇനിയിപ്പം ഇതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഈ പറ്റി അങ്ങ് കിടന്നോളും. അപ്പോൾ അത് ഞാൻ ടെറസിൻ്റെ മേളിൽ ഇങ്ങനെ അടീനിയം ടെറസിൻ്റെ മേളിൽ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. അതിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 10 മണിച്ചെടിയൊക്കെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഗ്രീൻ സ്പേസിനകത്തോട്ട് കയറുന്ന ആ വാതിൽപ്പടിയിൽ അവിടെ ഇങ്ങനെ വെച്ചു. പിന്നെ ചൈനീസ് ബോൾസം, വിങ്കാസ്, എപ്പീഷ്യ, പിന്നെ എന്തൊക്കെയോ ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ ഇലച്ചെടികളും അധികം വെയിൽ ഏൽക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ അതെല്ലാം കൂടെ അവിടെ വെച്ച് അതങ്ങ് നിറച്ചു. കാരണം നമ്മുടെ ഈ ചൈനീസ് ബോൾസം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, കാശിത്തുമ്പ, ചൈനീസ് ബോൾസം, അതിൻ്റെ അരിയൊക്കെ വീണങ്ങ് കിളുക്കും. കിളുത്ത് കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ കുറച്ച് നന്നായിട്ട് പോകും. പിന്നെ ഇത് എൻ്റെ ഓർക്കിഡ്സ് ഞാൻ ഹാങ് ചെയ്തേക്കുന്നത്, ഇത് വർഷങ്ങളോളം പഴക്കമുള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പല ഈ ബോൾസ് ഇതിൻ്റെ തണ്ടും എല്ലാം കൊണ്ട് കുത്തി വെക്കും. എനിക്കിഷ്ടമാണ് ഭയങ്കര. കണ്ട് അതിനകത്തൊരു പന്നിൽ തന്നെ കിളുത്ത് വന്നതാണ് ഒരു പന്നൽ ചെടിയെ. അപ്പോൾ ആ ചെടിയുടെ ഇല കാണാൻ നല്ല ഭംഗി. അപ്പം ഞാനത് കളഞ്ഞില്ല ഇതിൻ്റെ അകത്ത് തന്നെ. എന്നിട്ട് ടർട്ടിൽ വൈനൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ ഒരു പീസ് വെച്ചതാണ്. അതിങ്ങനെ വളർന്ന് താഴോട്ട് വരുമ്പോഴത്തേനും പകുതിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് വിടുവേ. അതുപോലെ എപ്പീഷ്യ ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ ഞാൻ വെക്കും. കാരണം ഇത് ഈ സോണിയ ഓർക്കിഡല്ലേ, അപ്പോൾ അതിന് ഈ പറയുന്ന വലിയ ഇതുണ്ട്. അപ്പം വെള്ളവും ശരിക്കും ഇതിലിങ്ങനെ പൂവുണ്ടാവും. താഴോട്ടിങ്ങനെ ഈ ചൈനീസ് ബോൾസ് ആണെങ്കിലും താഴോട്ട് വളർന്നിട്ട് ഇങ്ങനെ പൂ ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഇലച്ചെടികൾ ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത്, അതിലിങ്ങനെ പൂവുണ്ടായിരിക്കുന്നത്, ഒരു ബോൾ പോലെ ആക്കി എടുക്കുന്നത് അങ്ങനെ. പിന്നെ ഈ ലില്ലി ഓർക്കിഡ് പണ്ടത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, വേലി പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്, ആ ഓർക്കിഡായത് കേട്ടോ. അതെൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വീടിൻ്റെ പുറകിലൊരു വലിയ മരം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ കുറ്റി ഞാൻ നിറച്ചിട്ടുണ്ട് കേട്ടോ. അതേലിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഓരോന്ന് ടർട്ടിൽ വൈൻ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ പിന്നെ തേക്കേന്ന് വലിച്ച് അടിച്ചെടുത്തതാണ്. മറ്റേ ഈ പലക പോലത്തെ പഴയ പലക കിടന്നു, അതിലോട്ട് ഞാൻ ഈ തേക്കേന്ന് പറിച്ചെടുത്ത മരവാഴയെന്ന് പറയുന്നത്. പക്ഷേ ഇത് പൂവുണ്ടാകുന്ന എനിക്കറിയാതെ, അപ്പോൾ അതുകൊണ്ട് ഞാനതേ പിടിപ്പിച്ചത്. എന്നിട്ട് അതവിടെ വെറുതെ നാച്ചുറലായിട്ട് തന്നെ അങ്ങ് തൂക്കിയിട്ടു. അപ്പോൾ അതിൽ നല്ലപോലെ വേര് പടർന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വേര് പടർന്ന് പിടിച്ചു. അപ്പോൾ അതെനിക്കങ്ങനെ. ഇനി ഇപ്പുറത്തെ സൈഡിൽ വേറെ എന്തെങ്കിലും ഓർക്കിഡ് വെച്ച് പിടിപ്പിക്കണം. ഇനി ഇതുണ്ടോ, ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ളതായി ഈ ഓർക്കിഡ്. ഈ തൊണ്ടിങ്ങനെ വെച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ ആ മോൾഡ് തന്നെ കണ്ടാൽ അറിയത്തില്ലേ, അതെല്ലാം പോയി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് ഇത് നിറച്ച് പൂവുണ്ടാകും കേട്ടോ. സോണിയ ഓർക്കിഡ്സ് നന്നായിട്ടുണ്ടാകും അതിൻ്റെ അകത്ത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ പോയി. ഇപ്പോൾ ലേമ്പിൻ്റെ കുറേ കട്ട് ചെയ്ത് അത് അവിടെ ഇട്ടൊക്കെ മാറ്റി വെച്ചു. ഓരോ മരത്തിലൊക്കെ വെച്ച് വെക്കുക ഒക്കെ എൻ്റെ നല്ല. പിന്നെ ഇങ്ങനെ ചൈനീസ് ബോൾസ് ഇങ്ങനെ 5-6 കളറുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വെച്ച് അങ്ങനെ അങ്ങ് അത് വൃത്തിയാക്കി എടുത്തു. ഏതായാലും നിറച്ച് കാടും ഒഴിച്ച് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ റബ്ബർ നിൽക്കുന്നതുകൊണ്ട് ഇല ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പിന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് ഇതിനകത്തേക്ക് വീഴത്തില്ല, എന്നാലും പറന്ന് വരും. റബ്ബറിലല്ലേ, അതിങ്ങനെ പറന്ന് നടക്കും. ഇത്രയും ഭാഗം ഇങ്ങനെ. ഇനി ആ തെങ്ങിൻ്റെ അപ്പുറത്തോട്ട് ഇനിയും കിടക്കുകയാണ്. തെങ്ങ് നിൽക്കുന്നത് ഒരു ബോർഡറാക്കി വെച്ചേക്കുവാണേ. ഇതറിയാമോ, ഇത് പടക്കം എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ നന്നായിട്ട് ആകർഷിക്കുന്ന.
അതുപോലെ തന്നെ പുഴു ഉണ്ടാവും കേട്ടോ, അങ്ങനത്തേത്. പിന്നെ ഇത് കാശിത്തുമ്പ. കാശിത്തുമ്പ എന്ന് പറയുന്നത് ബോൾസം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് റോസും റെഡും പല കളറുണ്ട്. അവിടെ ഇങ്ങനെ കിളുത്ത് വന്നതാണ്, ഞാനപ്പോൾ അതെടുത്ത് അങ്ങോട്ട് നട്ടു വെച്ചു. അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ.